ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഫേസ്ബുക്കിലൂടെ അറിയുന്ന ഒരു സുഹൃത്താണ് ഷൈനി ചേച്ചി, ഷൈനി മധുസൂദനൻ. പല വിഷയങ്ങളിലും ശക്തമായ രൂപത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കാറുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാജ്യത്തിന് വേണ്ടി പല വിഷയങ്ങളിലും അവർ പ്രതികരിക്കുകയും നമ്മളൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ സന്ദർശിച്ച ഒരു വീടുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളോട് തുറന്നു പറയുവാണ്. കഴിയുന്നവർ അവരെ തീർച്ചയായിട്ടും സഹായിക്കണം. അവരാ വീട്ടിൽ ചെന്നെടുത്ത ഒരു വീഡിയോ നമുക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരാൾക്ക് 1 കോടി രൂപയാണ് ആവശ്യമെങ്കിൽ പല തുള്ളി പെരുവെള്ളം, 1,00,000 രൂപയാണ് ആവശ്യമെങ്കിലും അതെ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം സഹജീവി എന്ന നിലയ്ക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്യും. നാളെ നമ്മുടെയൊക്കെ ഗതി എന്താകുമെന്ന് ആർക്കറിയാം. നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നു, സ്വയം കുളിക്കുന്നു, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. നാളെ അങ്ങനെ തന്നെ സംഭവിക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. അത്രയ്ക്കും ദുർബലമായ നൈമിഷികമായ ഒരു ജീവിതത്തിൻ്റെ പാന്താവിലാണ് നമ്മളൊക്കെ പോകുന്നത്. പുത്രമിത്ര കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിത മൂർഖ നിന്ന് നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട്. അതേ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാം നിമിഷാർത്ഥ നേരത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ നമ്മളൊക്കെ നശിക്കാൻ പോകുകയാണ്. എന്നിട്ട് പോലും നമ്മളിനിയും സുഖഭോഗങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓടി നടക്കുന്നത്. ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് അധ്വാനിക്കുന്നത്. എന്തോ നമുക്കിതൊരു റുട്ടീൻ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഉള്ളതിൽ നിന്ന് നുള്ളിയോ വാരിയോ സഹജീവിക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു കുറവും സംഭവിക്കില്ല. മറിച്ച് മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. നമ്മൾ നമ്മുടെ സഹജീവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ നമ്മൾ സഹായിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് തിരിച്ചടിയേ കിട്ടും. നന്ദികെട്ട വർത്തമാനങ്ങളെ പറയൂ. ഒരു ഭാഗത്ത് കുത്തി അടുത്ത ഭാഗത്ത് വന്ന് ഇറങ്ങത്തക്ക രൂപത്തിലുള്ള വാക്കുകളെ അവർ പ്രയോഗിക്കും. സാരമില്ല, അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഒരു പ്രത്യുപകാരവും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ട. മറിച്ച് മറ്റേതെങ്കിലും ഒരു സഹായം നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കില്ല. ചേച്ചിയുടെ വീഡിയോ കാണാം. ഹലോ, ഞാൻ ഷൈനിയാണ്. ഞാൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ ചേറ്റുവയിലാണ്. ചേറ്റുവ വടനപ്പള്ളി ചേറ്റുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന രഞ്ജിനി എന്ന് പേരുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ. ഞാൻ അവരുടെ കുടുംബത്തിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരുടെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വളരെ പരിതാപകരമായിട്ട് തോന്നി. അവരുടെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് അവരുടെ അമ്മയും അമ്മയ്ക്ക് മകളും മാത്രമാണ് കൂട്ടുള്ളത്. കാരണം രഞ്ജിനിയുടെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് കുറച്ച് നാൾ മുമ്പ് വേറൊരു സ്ത്രീയെയും കൊണ്ട് പോയി വേറെ മാറി ജീവിക്കുകയാണ്. ഇപ്പൊ രഞ്ജിനിക്ക് 2 കുട്ടികളുണ്ട്, പിന്നെ ഈ വയസ്സായ അമ്മയുണ്ട്. അപ്പൊ ഈ പ്രായമായ അമ്മയാണ് രഞ്ജിനിക്ക് കൂട്ടുള്ളത്. അപ്പൊ ആ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. 2 കാലും 2 സൈഡിലോട്ട് വളഞ്ഞിട്ട് അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് രഞ്ജിനിയുടെ അമ്മ. രഞ്ജിനിയുടെ അമ്മയ്ക്ക് തന്നെത്താനായിട്ട് സ്വന്തമായിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആള് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെറുപ്പമാണ്, പക്ഷെ കാല് രണ്ടും ഒരുപാട് വളവുള്ളത് കൊണ്ട് അങ്ങനെ സ്വന്തമായിട്ട് എഴുതി നടക്കാനോ സ്വന്തം കാര്യങ്ങൾക്ക് ഈ സ്ട്രക്ചറിന്റെ സഹായം ഇല്ലാണ്ട് അവർക്ക് നടക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയും, ഞാൻ അവരുടെ അടുത്ത് കൊടുക്കാം, അവർ തന്നെ പറയും അവരുടെ അവസ്ഥ എന്താണെന്ന്. അമ്മ പറഞ്ഞോളൂ, കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞോളൂ. പിന്നെ എനിക്കാണെങ്കിൽ 2 വർഷമായിട്ടാണെങ്കിൽ 15 വർഷമായി കാലിന് ഈ അവസ്ഥയായിട്ട് തീരെ നടക്കാൻ വയ്യാതായിട്ട് ഇപ്പം 2-3 വർഷമായി. 1 വർഷമായിട്ടാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യാൻ തക്ക ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുവാണ്. ഇനിയിപ്പം തൽക്കാലം മരുന്നിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഒട്ടും മേഡം കാലൊന്ന് അവിടെ വരെ കാണിക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നിന്നോളൂ. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പതിയെ ഒന്ന് കാല് പൊക്കിയാൽ മതി. അപ്പൊ ഞാൻ കാല് കാണിക്കാലോ, കാലിന്റെ അവസ്ഥ ഒന്ന് കാണാലോ. പതുക്കെ പതുക്കെ പതുക്കെ. രഞ്ജിനൊന്ന് അമ്മയുടെ ഉടുപ്പൊന്ന് മാറ്റി. ഇതാണ് അമ്മയുടെ 2 കാലിന്റെയും അവസ്ഥ. ഒന്ന് റാ പോലെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് 2 കാലും. കാണുന്നുണ്ടോ? അതെ, സൈഡിൽ നിന്ന് നോക്കുമ്പോ റാ പോലെ വളഞ്ഞ അവസ്ഥയാണ്. അമ്മയുടെ ബാക്ക് അങ്ങോട്ട് ഞാൻ ബാക്കിൽ എടുപ്പിച്ചേ.
ഇതാണ് കാലിന്റെ അവസ്ഥ. രണ്ട് കാലും ഇങ്ങനെ ബാക്കിലോട്ട് വളഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇരുന്നോളാം. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഇവർക്ക് ഈ രഞ്ജിനി ഇവരുടെ മകളാണ്. രഞ്ജിനിക്ക് 2 കുട്ടികളുണ്ട്. രഞ്ജിനിയുടെ മൂത്ത കൊച്ച് +1 പഠിക്കുന്നു. രണ്ടാമത്തെ മോന് എത്രയല്ല? രണ്ടാമത്തെ 4-ലോ? 4. ഇതാണ് രഞ്ജിനി. ഇതാണ് രഞ്ജിനിയുടെ അമ്മ. അമ്മയുടെ അടുത്ത് നീങ്ങുന്നു. ഇതാണ് രഞ്ജിനിയുടെ 2 കുട്ടികൾ. രഞ്ജിനിയുടെ ഹസ്ബൻഡാണ് ഈ പറയുന്ന പോലെ ഇട്ടിട്ട് വേറൊരു സ്ത്രീയെയും കൊണ്ട് പോയിട്ട് ഇപ്പൊ അവരങ്ങനെ ജീവിക്കുന്നു. പിന്നെ ഇതില് വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭർത്താവ് ഇവരെ ഇട്ടിട്ട് പോണ സമയത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ കുടുംബത്ത് മറ്റുള്ളവരെ കൊണ്ട് പൈസ കടമേടിച്ച ആൾക്കാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത, അതായത് അവര് വന്നിട്ട് ഡെയിലി വഴക്ക് പറച്ചിലാണ്, തെറി പറച്ചിലും വഴക്ക് പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അല്ലെ അമ്മ? അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ. കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഡെയിലി വന്ന എന്നും ഫോൺ വിളിയും ഡെയിലി ആൾക്കാർ വരുമായിട്ട് ഒരു തരത്തിലൊരു സമാധാനമില്ല. എന്ത് ചെയ്യണം, ജീവിതത്തിൽ എന്ത് ചെയ്യണം അറിയാൻ മേലാതെ ജീവിക്കാണ്. ഒരു കിടപ്പാടം പോലുമില്ല. വാടകയ്ക്കാണ് കിടക്കുന്നത്. കാരണം എല്ലാ തരത്തിലും എന്ത് ചെയ്യണം പല മാസങ്ങളിലും വാടക കൊടുക്കാനായിട്ട് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഘട്ടോട്ടോടുക. എങ്ങനെ കൊടുക്കും അറിയാൻ. അപ്പൊ രഞ്ജിനിയുടെ ജോലി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ജോലി പോയി. നിസ്സാര ശമ്പളത്തിനാണ് തൃശ്ശൂര് വരെയും പോകുന്നത് ജോലിക്ക്. അതുകൊണ്ട് കിട്ടിട്ടെന്താണ്? 2 കുട്ടികളുടെ വിദ്യാഭ്യാസം വേണം. അമ്മയുടെ മരുന്ന് മേടിക്കുന്നു. വാടക പോലും കൊടുക്കാൻ തികയുന്നില്ല. ഓക്കെ. അതായത് വാടക കൊടുക്കണം. പോയിട്ട് അതിനകത്തൊന്നും നീറ്റ് വെക്കാനില്ല. നീറ്റ് പോലും കഴിയാനായിട്ട് തുന്നെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ദിവസവും മരുന്നുണ്ടോ? പെൻഷൻ ക്ലാസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മരുന്നിന്റെ കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞ കുറെ പെൻഷൻ മുടങ്ങി കിടക്കുവായിരുന്നില്ലേ? കിട്ടുന്നില്ല. പെൻഷൻ പൈസ ഇവിടെ കിട്ടുന്നതിന്റെ ചിലപ്പോ ഒരു മാസത്തെ മരുന്ന് ചിലപ്പോൾ തീർന്നു കഴിയുമ്പോ ഇതിനകത്തുനിന്ന് കിട്ടുന്നതിനകത്തുനിന്നാണ് മരുന്നിന്റെ കാര്യം ഓടിപ്പോലെ. പക്ഷെ മരുന്നിന്റെ കാര്യം ഒരുപാട് തടസ്സം വരുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. എല്ലാ തരത്തിലും ആരെങ്കിലും സ്ഥിരമായിട്ടൊരു ജോലി ഇവർക്ക് സ്ഥിരമായിട്ടൊരു നല്ല ജോലി. രഞ്ജിനി എന്തിനാ വർക്ക് ചെയ്തോണ്ടിരുന്നിരുന്ന ഇപ്പൊ? അപ്പൊ അവിടെ എങ്ങനെയാ വരുമാനം ഉണ്ടായിരുന്നൊക്കെ? ശമ്പളമൊക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ. അപ്പൊ അത് മുന്നേ തന്നെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും? ആൾക്കാരുള്ളതാണ്. ഇപ്പൊ മോനിപ്പോ പഠിക്കാൻ പോകുന്നില്ല? ഇന്ന് സ്കൂളിൽ പോയില്ലേ മോനെ? അപ്പൊ ഈ കുട്ടികൾക്ക് വയ്യായൊക്കെ വരുമ്പോ നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? എല്ലാം കടമാറ്റത്തിനോണ്ട് കളിയില്ല. ഓരോ ദിവസത്തെ ഓരോരോ അവസ്ഥകൾ കൊടുക്കാൻ എങ്ങനെ പോകും? അപ്പൊ അമ്മ പറയൂ എല്ലാവരോടും, നമ്മളെ അറിയുന്ന എല്ലാവരോടും എന്നെ എന്തെങ്കിലും തരത്തില് അവരവരെ കൊണ്ടുള്ളത് ഒന്ന് സഹായിക്കണം. അപ്പൊ അമ്മ അതിനാണ് ഞാൻ മോളോട് പറഞ്ഞിരുന്നത്, ഒരു സഹായം ആരെങ്കിലും നല്ല സഹായം ചെയ്യുവാണെങ്കിൽ. അല്ല, ഇത് വീഡിയോ എടുത്തിട്ട് നമുക്ക് നല്ലവരായ കുറെ മനുഷ്യരുണ്ടല്ലോ, അവരെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സമാധാനമായിട്ടിരിക്കും, വിഷമിക്കാണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഞാനിപ്പോ ഈ തിരക്കിനിടയ്ക്കാണ് ഓടി വന്നിട്ട്, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അല്ലെങ്കിലും അതിന്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇത്രയും ദൂരം വന്നിട്ട് ഞാനിപ്പോ ഇത് ചെയ്യാനായിട്ടെന്ന് പറയുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെ കാണുന്ന ഒരാളെ തന്നെ, കാരണം കാണുമ്പോൾ ആൾക്ക് പ്രായമൊന്നുമില്ല. കാരണം ആള് പ്രായം കൊണ്ട് ആളെ കണ്ടാലില്ല, പക്ഷെ ശരീരം കൊണ്ട് ആരോഗ്യം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ എല്ലാവരും തരും എന്ന് വിചാരിക്കാം. അല്ല, അമ്മ മാത്രല്ലേ ഉള്ളൂ സപ്പോർട്ട്. ഇവിടെ ഒരു കൂട്ടിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അമ്മ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അവർക്കൊരു ഭർത്താവ് ഇല്ലാത്തതല്ലേ. അപ്പൊ അതുകൊണ്ട്
എന്നെ കൊണ്ട് ഈ 2 കാലം വയ്യാതിരിക്കുന്ന ഞാൻ എന്നെ നെറ്റ് അതെ അതെ സഹായിക്കില്ല. അതെ 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 എന്നെ കൊണ്ടിട്ട് സഹായിക്കുന്നു. എന്തായാലും നല്ലവരായ മനുഷ്യരുണ്ട് നമ്മളുടെ ഇടയിൽ, ഒരുപാട് നല്ലവരുണ്ട്. അവരെല്ലാവരും സഹായിക്കാണ്ടിരിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഈ വീഡിയോ നമുക്ക് ചെയ്യാം. അമ്മയുടെ കാലിന്റെ ഓപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത് ഏകദേശം എത്ര കടം ഉണ്ടാവും? ഒരു 2 ലക്ഷം രൂപയൊക്കെ കടമുണ്ടോ? 3 ലക്ഷം. 3 ലക്ഷം രൂപയോളം കടമുണ്ട്. ഓ ഓക്കെ. ഒരുപാട് കടബാധ്യത എന്ന് പറഞ്ഞാൽ അതാണ് സമാധാനം എന്ന് പറയുന്നില്ല. കടബാധ്യത. അപ്പൊ എല്ലാ നല്ലവരായ നമ്മളുടെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും എന്തെങ്കിലും തരത്തില് അവരവരെ കൊണ്ട് ആവുന്നത്, 100 രൂപയാണെങ്കിലും 100 രൂപ അവരവരെ കൊണ്ട് ആവുന്നത് കൊടുത്ത് ഈ പാവപ്പെട്ട ഒരു കുടുംബത്തെ കരക്കെത്തിക്കാനും, ഈ അമ്മയ്ക്ക് 2 കാലിൽ നടക്കാനും. ഇപ്പൊ അമ്മയുടെ കാലിന് ഇങ്ങനെ വേദനയുണ്ടോ സാധാരണ? അപ്പൊ രാത്രിയൊക്കെ എങ്ങനെയാ ഉറങ്ങുമ്പോഴൊക്കെ? ചില ദിവസം നല്ല വേദനയാണ്. അപ്പൊ ഉറങ്ങാൻ പറ്റില്ല. ചില ദിവസം മിക്ക ദിവസവും ഉറക്കം കുറവാണ്. ഓക്കെ. പകലൊക്കെയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളം തൊട്ടും എനിക്ക് വയ്യാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഈ മുട്ടിനുള്ളിൽ ഭയങ്കരമായിട്ട് വേദന വരുമോ? മുട്ടിനകത്ത് ഭയങ്കര വേദനയാണ്. ഞരമ്പൊക്കെയാണ് കുത്തുന്ന വേദനയാണ്. ഓക്കെ. ഇതിനോടിടയ്ക്ക് വേദന കൂടുമ്പോൾ പ്രഷറും കൂടും. ഓ. അപ്പോ എല്ലാ നല്ലവരായ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും 100 രൂപ വെച്ചിട്ടായാലും അവരവരെ കണ്ടുള്ളതായാലും ഉള്ളത് വെച്ചിട്ട് എല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം, കരകയറ്റണമെന്ന് ഒരുപാട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഞാൻ ഷൈനി മധുസൂദനൻ, ഇവിടുന്ന് ചേറ്റുവെന്നാണ്. രഞ്ജിനിക്കൊപ്പം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ എല്ലാവരും കൈയഴിഞ്ഞിട്ട് അവരെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം പ്ലീസ്. താങ്ക് യു.